മസല കുയി ഏത് കുയി? മസല കുയി തെറ്റിട്ടാക്കോ മനുഷ്യന്മാരല്ലേ. എവിടക്ക പോണ പറയും. ഇപ്പൊ അങ്ങനെ പോകുമ്പോ ഊട്ടിയാണെന്ന് പറയുന്നത്. നമ്മള് പോണ് എന്റെ ദോസ്ത് നമ്മളിങ്ങനെ തള്ളണ് ഓരോ സ്ഥലം കാണുമ്പോ പറയണ്. ഇപ്പൊ ഇവിടെ എത്തി കറക്റ്റാന്ന് പറഞ്ഞ അത് സ്ഥലപ്പേരറിയാണെ നമ്മളിവിടെ ഊട്ടി ജീവിക്കണതന്നല്ലല്ലോ. നമ്മള് ജീവിക്കണ ഇവിടെ 3-4 കിലോമീറ്റർ പോയാൽ ഊട്ടി എത്തി. നമ്മള് ജീവിക്കണ ഇവിടെ ഊട്ടിയിലല്ലോ. പിന്നെ ഇപ്പൊ നമ്മളോട് സ്ഥലപ്പേര് വെച്ചിട്ട് നമ്മക്ക് എന്ത് പറയാനാ? സ്ഥലപ്പേര് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? അത് പറ്റുമോ? തണുപ്പുണ്ടോ? തണുപ്പെന്ന് പറഞ്ഞാലേ ചെറുതായിട്ട് നല്ല എന്റെ ബോഡിന്റെ ഒരു എന്തോ പറഞ്ഞ സ്റ്റാമിന കമ്മിയാണോന്നൊരു സംശയം ഉണ്ട്. അല്ലേ പക്ഷെ ഇത് കാണേണ്ടി തന്നെ കേട്ടോ. പക്ഷെ നമ്മള് എന്ന് പറഞ്ഞാലേ എന്ത് മര പോയ എന്ത് മരം ബാക്കിയുള്ള കഷ്ടം പോലെ. ഓ ഇവർക്ക് തീരെ സ്നേഹമില്ലല്ലോ. ഒരു ടാറ്റ പോലും തന്നില്ലേ. പൈൻ ഫോറസ്റ്റ് സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലത്ത് ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഇതിലിപ്പോ എന്ത് പറയാൻ നമുക്ക്? ഇത് സ്ഥലം എന്ന് പറഞ്ഞ ഇത് ഉറപ്പന്നല്ലത്, ഉറപ്പന്നല്ലേ. അതിലൊന്ന് ആർക്കെന്ത് വലിയ പേടിക്കുണ്ടോ? ല്ലോ എനിക്ക് സംശയം ആയിട്ടും കാര്യമില്ല. കാണണ്ടൂ അല്ലേ? ഊട്ടി പട്ടണം കാണണ്ടേ? ഇപ്പൊ എനിക്കിങ്ങനെ തോന്നുന്ന എന്താ അറിയോ, ഞാൻ വല്ല ഹിമാലയൻ പർവ്വതത്തിന്റെ മുകളിലേ. തണുപ്പെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന തണുപ്പല്ലേ ഉള്ളൂ. തീപ്പെട്ടി കൂടെ ചേരി ഊട്ടി പട്ടണം കണ്ടേ? തീപ്പെട്ടി കൂടെ ചേരി തണുപ്പ് എന്താണെന്ന് അതിലിപ്പോ നമ്മള് കൂടുതലൂര് നമുക്ക് പ്രകൃതി ഭംഗി സംഭവമല്ലേ. അത് മോനെ അത് വയനാട്ടിലൊരു സ്ഥലമില്ല. അത് വേറെ വയനാട് കണ്ടിക്കണോ? പണ്ട് എന്ത് വയനാട് കണ്ടിരുന്നു? പോയിട്ട് ആ മുളകിന്റെ കാട്ടിൽ പോയിട്ട് അവിടുത്തെ പുലോണി ഇങ്ങനെ നുള്ളി പറിക്കിട്ട് കാര്യമില്ല. വയനാട് എന്ന് പറഞ്ഞാൽ അതല്ല വയനാട്. മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. സന്തോഷം എന്ന് പറഞ്ഞ മോനെ, നമ്മളീ തീരൊരു വല്ലാത്തൊരു പക്ഷെ എനിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു കാളില് കാണാൻ ഇവിടെ അറിയാം. ഇതാ ഇവിടെ ഇതാ ഇത് എനിക്ക് കാണാൻ. ഞാൻ ഈ സ്ഥലം കുറേ